ഹലോ. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായിരുന്നാലും അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളിലായിരുന്നാലും നമുക്ക് ഡയറി പോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്ലാനേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സാധാരണയായിട്ട് ഒരു ഡിസംബർ ആദ്യം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോഴെങ്കിലും എന്ത് പ്ലാനർ വാങ്ങിക്കണമെന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങാറുണ്ട്. ഏത് പ്ലാനറാണ് നല്ലത്, ഏതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന പ്ലാനേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ വീഡിയോസിലൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ പല വീഡിയോസിലും പലരും സജസ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനേഴ്സ് ആയിരിക്കും. ഇത്തരത്തിൽ നമ്മൾ പ്ലാനേഴ്സ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ട് വാങ്ങിക്കുമ്പോൾ പലപ്പോഴും ഈ പ്ലാനേഴ്സ് നല്ല ഭംഗിയായിട്ട് നമ്മൾ എടുത്തു വയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ യഥാർത്ഥ ഉപയോഗം നമ്മൾ നടത്തിയിട്ടുണ്ടാവില്ല. നമ്മുടെ പ്ലാനിങ് മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനേഴ്സും ഒക്കെ റോങ് ആകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല പ്ലാനിങ് മെത്തേഡ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പേർപ്പസസിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്ലാനേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതെങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ പോയിൻ്റായിട്ടാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് എവ്രി മെത്തേഡ് ഓഫ് പ്ലാനിങ് വിൽ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ എവ്രി വൺ എന്നുള്ളതാണ്. എല്ലാവരും ഒരേ രീതിയിൽ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന മനുഷ്യരല്ല. എല്ലാവരും ഡിഫറെൻ്റാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ഡിഫറെൻ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കൊരിക്കലും അതേപടി പ്ലാനിങ് മെത്തേഡ് കോപ്പി ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എന്ത് കാര്യമായിരുന്നാലും അങ്ങനെ തന്നെയാണ്. എസ്പെഷ്യലി പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമോ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഓരോരുത്തർ പ്ലാൻ ചെയ്യുന്നത് കണ്ടിട്ട് അത് കംപ്ലീറ്റ്ലി അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ അഡോപ്റ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് വർക്കാവില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, വാട്ട് യു വാണ്ട്, അല്ലെങ്കിൽ വാട്ട് ആർ യുവർ പ്രിഫറൻസസ്. എന്താണ് നിങ്ങളുടെ പ്രിഫറൻസസ്? ഒരു പ്ലാനർ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ പേർപ്പസ് എന്താണ് എന്നതിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ഇപ്പോൾ ഈ വർഷം ഞാൻ ഒരു 3 പ്ലാനേഴ്സ് നിങ്ങളെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേർപ്പസാണ് എനിക്കുള്ളത്. അതും നമ്മൾ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാനർ ഡിഫറെൻ്റ് ആയിരിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ളൊരു പ്ലാനർ ആയിരിക്കില്ല കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് വേണ്ടി വരുന്ന പ്ലാനർ ലേ ഔട്ടൊന്നും ആയിരിക്കില്ല വേറെ രീതിയിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പ്രിഫറൻസ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതനുസരിച്ചിട്ട് വേണം പ്ലാനർ പർച്ചേസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ, എസ്പെഷ്യലി പേരൻസിൻ്റെ കൂടെ തന്നെ താമസിക്കുന്ന മുതിർന്ന കുറച്ച് കുട്ടികളായിരുന്നാൽ പോലും ഒരുപക്ഷെ കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. വീട്ടിലാരെങ്കിലും ഉണ്ടാവും ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള ആവശ്യങ്ങൾ നമുക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നൊരു പേജിൻ്റെ തന്നെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് വേണം, നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് വേണം പ്ലാനർ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്തൊരു കാര്യമായിട്ട് പറയാനുള്ളതാണ് കീപ്പ് യുവർ പ്ലാനർ വിസിബിൾ എന്നുള്ളത്. ഇതും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് പ്ലാനർ വാങ്ങിച്ചിട്ട് ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാക്സിമം 1-2 മാസം നമ്മളത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപക്ഷെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിച്ചേക്കാം. അത്ര പോലും ഒരുപക്ഷെ ചെയ്യാൻ പറ്റണം എന്നില്ല. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ചെയ്തേക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ 2 മാസത്തിനൊക്കെ ശേഷം പ്ലാനർ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് മാറണം. ഇനി ഈ ഹാബിറ്റാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ഹാബിറ്റും അത് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റ് തുടങ്ങിക്കിട്ടാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്ലാനർ വിസിബിൾ ആയിരിക്കണം. നമ്മുടെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് നമ്മുടെ പ്ലാനർ വെക്കുക. അത് തീർച്ചയായിട്ടും നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് യൂസ് ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യം നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് ടൈം ഞാൻ പ്ലാനർ വാങ്ങിച്ച സമയത്ത് അത് ഞാൻ വളരെ പ്രഷ്യസ് ആയിട്ട് കരുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാനറാണ്. അതിൽ ആദ്യത്തെ കുറച്ച് പേജുകൾ ഞാൻ ഡെഡിക്കേറ്റഡ്ലി എല്ലാ ദിവസവും സമയം കൊടുത്ത് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കൊണ്ടുപോയി അലമാരയിൽ വെച്ചതിന് ശേഷം അത് ഉപയോഗിക്കുന്ന കാര്യം പലപ്പോഴും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൻ്റെ പേജസൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ആക്ച്വലി പ്ലാനർ വാങ്ങിക്കുന്നത്? അത് യൂസ് ചെയ്യാനാണ്. പക്ഷേ അതിൻ്റെ ആ പേർപ്പസ് നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2-3 വർഷങ്ങളായിട്ട് വാങ്ങിക്കുന്ന പ്ലാനേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പ്ലാനർ വാങ്ങിക്കുന്നതിൻ്റെ പേർപ്പസ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ
ടേബിളിൻ്റെ ഡ്രോയറിലോ അലമാരയിലോ ഒക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഡിഫിക്കൽട്ടായിരിക്കും അത് ഓർത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേബിളിൽ കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്കത് പ്രൈവറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് അവിടെ സൂക്ഷിക്കുക. ഇനി ഇങ്ങനെ വയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റാണ് നെക്സ്റ്റായിട്ട് നമ്മൾ പറയുന്നത്, സെറ്റ് എ ടൈം ഫോർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അലമാരയിലോ കബേർഡിലോ ഒക്കെ കൊണ്ടുപോയി വെക്കുന്ന ശീലമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയേ നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ, നിങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതൊരു റിമൈൻഡർ ആയിരിക്കും. ടൈം സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്കൊരു അലാം സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് രാവിലെയാണ് ഫ്രീ ടൈം കിട്ടുന്നതെങ്കിൽ രാവിലത്തേക്ക് ഒരു അലാറം വെക്കുക, അല്ലെങ്കിൽ ഈവനിങ് ആണ് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളതെങ്കിൽ ആ സമയത്തൊരു അലാറം വെക്കുക. അപ്പോൾ ഈ ഒരു അലാറം വെച്ച് നിങ്ങളത് ചെയ്യുമ്പോൾ കുറച്ചധികം ദിവസം നിങ്ങൾ ഈ എഫേർട്ട് എടുത്ത് അലാറത്തിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. പതിയെ അതൊരു ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് മാറും. അപ്പോൾ അതോടുകൂടി ടൈമൊന്നും സെറ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നും. കൃത്യസമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരികയും നിങ്ങളത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഹാബിറ്റ് ആവുന്നത് വരെ ഒരു ടൈം വെക്കുകയാണെങ്കിൽ, ഫിക്സഡ് ആയിട്ടുള്ളൊരു ടൈം വെക്കുകയും ആ സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഒരു അലാം സെറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മറന്നു വയ്ക്കുന്ന ആ ഒരു കാര്യം ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഐഡിയ ആണ്. ബിഗിനറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഫോളോ ചെയ്യണം. ഇനി അടുത്തൊരു കാര്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ പ്ലാനർ ഒരു മന്ത്ലി ഓവർവ്യൂ സെക്ഷൻ എഴുതാനായിട്ട് മസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എനിക്ക് ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ എൻ്റെ പ്ലാനർ ഉപയോഗിക്കാറുള്ളത്. എനിക്ക് ഓവറോൾ ആ ഒരു മന്ത് എങ്ങനെയായിരുന്നു, ആ ഒരു മന്തിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, പല കാര്യങ്ങളും വിചാരിച്ച കാര്യങ്ങൾ നടന്നോ, അല്ലെങ്കിൽ ആ ഒരു മന്ത് മുൻകൂട്ടി തന്നെ നമ്മൾ കാണുമ്പോൾ, ആ ഒരു ലേ ഔട്ട് കാണുമ്പോൾ അതിൽ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും മീറ്റിങ്സോ മറ്റോ ഉണ്ടെങ്കിൽ അതറിയാം. അതുപോലെ തന്നെ ഓരോ ദിവസവും ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ ടാസ്ക് മാത്രം ആ ഒരു കലണ്ടർ ലേ ഔട്ടിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ കലണ്ടർ ലേ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ടു ഡു ലിസ്റ്റിലേക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഈ കലണ്ടർ ലേ ഔട്ട് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഐഡിയ കിട്ടുക. ആ ദിവസം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം നമ്മൾ കലണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് വേണം നമ്മളുടെ ടാസ്ക്കൊക്കെ ടു ഡു ലിസ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബിഗിനറായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ എഴുതിയിരിക്കാനൊന്നും താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കലണ്ടർ ലേ ഔട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് തുടങ്ങാനായിട്ട് ഈ കലണ്ടർ ലേ ഔട്ടിൽ ചെറുതായിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്ന ശീലം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാനില്ലെങ്കിൽ പോലും ഉള്ള ഒരു ഡേ നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് ചിലവഴിച്ചു എന്ന് ഒരു ഫീലിംഗ് കിട്ടാനായിട്ട് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഒരു ഓവറോൾ ഹാപ്പിനെസ്സിനും തീർച്ചയായിട്ടും ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അതിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ ഒരു ശീലം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാനറിൽ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് ബെസ്റ്റ് ഐഡിയ ആണ്. ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു മന്ത്ലി സ്പ്രെഡും അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതാനുള്ള കുറച്ച് സ്പേസസും ഉള്ള ഒരു പ്ലാനറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ മതി. ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ലേ ഔട്ട്സും ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനുള്ള കുറേ സ്പ്രെഡ്സും ഒക്കെ ഉള്ളൊരു പ്ലാനറിനേക്കാളും ഒരു മന്ത്ലി ലേ ഔട്ടും അതുപോലെ തന്നെ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള ഒരു ചെറിയ സ്പേസുമുള്ള, അത്തരത്തിൽ എല്ലാ ദിവസങ്ങളുടെയും ഒരു സ്പേസുമുള്ള ഒരു പ്ലാനർ മാത്രം മതിയാവും. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലാനർ ഉപയോഗിക്കാം. ഇനി ചിലപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന പ്ലാനറിൽ ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതാനുള്ള സ്പേസ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്ലാനറിൽ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവുമല്ലോ, ആ ബ്ലാങ്ക് സ്പേസിൽ സ്റ്റിക്കി നോട്ട് നമ്മൾ വാങ്ങിക്കാൻ കിട്ടും അല്ലേ. സ്റ്റിക്കി നോട്ട്സ് വാങ്ങിച്ചിട്ട് ആ സ്റ്റിക്കി നോട്ട്സിൽ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റിക്കി നോട്ട്സ് വേണമെങ്കിൽ നമുക്ക് പ്ലാനറിൻ്റെ ഈ ബ്ലാങ്ക് സ്പേസിൽ ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ടു ഡു ലിസ്റ്റ് നമുക്ക് ഈ പറയുന്ന സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വയ്ക്കാം. ഓരോ ദിവസവും കഴിയുമ്പോൾ അത് ആ ഒരു പേജിൽ നിന്ന് നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ടു ഡു ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരിക്കലും ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഒരു പ്ലാനർ വാങ്ങിക്കാതിരിക്കുക. ബിഗിനറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഒരു പ്ലാനറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രത്തോളം നല്ലൊരു ഐഡിയ ആവണം എന്നില്ല. നിങ്ങൾക്ക് പ്ലാനേഴ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഏത് പ്ലാനറാണോ വേണ്ടത് അത് വാങ്ങിക്കാം.
ഞാൻ പറയുന്നത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്. നമുക്കറിയില്ലല്ലോ, നമുക്ക് ഈ ശീലം സ്യൂട്ടബിൾ ആവുമോ എന്ന് പോലും അറിയില്ല. പലരുടെയും വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന പ്ലാനേഴ്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ അവർ വാങ്ങിച്ചു എന്ന് കരുതി ഭയങ്കര വില കൊടുത്തിട്ട് വലിയ ഒരുപാട് ഡിസൈൻസും ഒരുപാട് പേജസും ഒക്കെയുള്ള ഒരു വലിയ പ്ലാനർ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും അബദ്ധമായി പോകാനാണ് ചാൻസ്. ഒരു ഇയർ എൻഡ് ആകുമ്പോൾ ആ കൊടുത്ത എമൗണ്ടിന് നിങ്ങൾ ആ ഒരു പ്ലാനർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ പ്ലാനർ വാങ്ങിച്ചു എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. സിമ്പിളായിട്ടുള്ള പ്ലാനേഴ്സ് വാങ്ങിക്കുക. സിമ്പിളായിട്ടുള്ള പേജസ് ആയിരിക്കണം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്യാനുള്ള സ്പേസസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ചിട്ട് അതിൽ സ്പ്രെഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്പേസൊക്കെ നിങ്ങൾക്ക് നഷ്ടമാണ് സത്യം പറഞ്ഞാൽ. അതൊന്നും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ സിമ്പിളായിട്ടുള്ള പ്ലാനേഴ്സ് യൂസ് ചെയ്യുക. ഇനി ചില പേജസിൽ എക്സ്ട്രാ വേണ്ടാത്ത കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് വേണ്ട കാര്യമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്പേസിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒട്ടിച്ചു വയ്ക്കാനോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മറ്റൊരു രീതിയിൽ ആ പ്ലാനറിൻ്റെ ആ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഫാൻസി ആയിട്ടുള്ള പ്ലാനേഴ്സിനെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യണം, നമുക്കതെല്ലാം ചെയ്യണം. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് ചെയ്യാനുള്ളതിൻ്റെ സ്ട്രെസ്സ് റിഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും പ്ലാനറിലെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതും ഒക്കെ. ഇതൊന്നും നമുക്ക് സ്ട്രെസ്സ് തരുന്ന ഒരു ജോലിയായിട്ട് മാറരുത്. ഇത് നമ്മുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും എൻ്റർടൈനിങ് ആയിരിക്കണം, നമുക്ക് പീസ്ഫുള്ളായിട്ട് ചെയ്യാൻ തോന്നണം. അപ്പോൾ ഒരുപാട് പേജസൊക്കെ ഉള്ള പ്ലാനർ ആണെങ്കിൽ അത് നിങ്ങൾക്കൊരു ജോലി പോലെ തോന്നും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതൊരു ജോലിയല്ല, ഇത് നിങ്ങളുടെ ജോലിയെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് മാത്രം ഡെഡിക്കേറ്റ് ചെയ്താൽ മതിയാവും. ഒരുപാട് സമയമൊന്നും പ്ലാൻ ചെയ്ത് കളയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പറഞ്ഞില്ലേ മുന്നേ ടൈം സെറ്റ് ചെയ്യണം എന്ന്. അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പോലും 10-15 മിനിറ്റ് മാത്രമാണ് പ്ലാനിങ്ങിന് വേണ്ടി കളയാനായിട്ട് പറ്റുന്നത്. അല്ലാതെ ഫുൾ ടൈം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയും ലൈഫിലൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും പറ്റില്ല. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു റിലീവിങ് ആയിട്ടുള്ള സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കണം, നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കണം. ഇനി അടുത്തൊരു കാര്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ പ്ലാനർ ക്ലീനാക്കി സൂക്ഷിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലാനറിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ്. നല്ലൊരു ഫാൻസി പ്ലാനർ വാങ്ങിച്ച് അതിൻ്റെ ഭംഗിയുള്ള പേജുകളിലൊക്കെ ഭംഗിയായിട്ടുള്ള അക്ഷരങ്ങളിൽ കാര്യങ്ങൾ എഴുതി വെച്ച് നീറ്റായിട്ട് മാത്രം അത് സൂക്ഷിക്കുക. ആ രീതിയിൽ മാത്രം പ്ലാനറിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗോൾസും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ എഴുതി വെക്കണം. അത് തീർച്ചയായിട്ടും നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ പ്ലാനർ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിലെ പേജുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാനുള്ള സ്പേസ് ആയിരുന്നാലും വീക്ക്ലി സ്പ്രെഡ് എഴുതാനുള്ള സ്പേസ് ആയിരുന്നാലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസൊക്കെ എന്തെങ്കിലും ജഡ്ജ് ചെയ്യും എന്ന് പറയുന്ന തോന്നലില്ലാണ്ട് തന്നെ എഴുതി വയ്ക്കാൻ പറ്റുന്നൊരു ഇടമാവണം നമ്മുടെ പ്ലാനർ. ആ പേജുകളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കുത്തി വരച്ച് വൃത്തികേടാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരിക്കാം. ഇതൊന്നും പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാവരുത്. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, നല്ല ഭംഗിയായിട്ട് എഴുതിക്കോളൂ. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ പേജസൊക്കെ പുതിയതുപോലെ തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പേജസൊക്കെ നമ്മളങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വെക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആ പേജസൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്ലാനർ കൊണ്ട് നടക്കുക. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ് പ്ലാനർ. എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്ലാനർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. പലരും വാങ്ങിക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്ന സെൻസിലാണത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം അത് ഉപയോഗിക്കുക. ബ്ലാങ്ക് പേജസൊക്കെ ഇയർ എൻഡ് ആകുമ്പോൾ ചില പേജസൊക്കെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും പേർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അത്തരത്തിൽ നീറ്റ്നെസ്സിനെ കുറിച്ച് ഓവറായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരിടം എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ പ്ലാനേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ഫൺ എലമെൻറ്റ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്റ്റിക്കി നോട്ട്സ്, വാഷി ടേപ്സ്, പല കളറുള്ള പെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ പ്രിഫറൻസാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ബെറ്റർ ഐഡിയ ആണ്. ഇപ്പോൾ ഒരു നൈറ്റ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ക്യാൻഡിൽസോ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നൈസായിരിക്കും. അപ്പോൾ ഇതും എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ആക്ടിവിറ്റി നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പുതിയതായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ പോയിൻറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.